ഹലോ, അപ്പോൾ ഇരിക്കുന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റ് ആയിട്ടാണ്. പക്ഷേ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ തമിഴ് സിനിമയെ തങ്കൽ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒഫീഷ്യലായ ഡബ്ഡ് വേർഷൻസിൻ്റെ OTT റിലീസ് അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമ ഡബ്ഡ് വേർഷൻസിൻ്റെ OTT അവകാശം മേടിച്ചിരിക്കുന്നത്. സിനിമ മലയാളം ഉൾപ്പെടെ പല ഭാഷകളിലായിട്ട് ഈ വരുന്ന സെപ്റ്റംബർ 20-19 തീയതികളിൽ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒഫീഷ്യലായിട്ട് OTT റിലീസ്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ സുറൈ, അന്നാബൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച കോട്ട് കാളൈ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സെപ്റ്റംബർ 27 സിനിമ നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോ വഴിയും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് വഴിയും സിനിമ സെപ്റ്റംബർ 27 OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ദ ഗോട്ട് എന്ന് പറഞ്ഞ നമ്മുടെ തലപതി അണ്ണൻ്റെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. ഒക്ടോബർ 11 സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയായിട്ട് ഡയറക്ടർ കട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് 3 മണിക്കൂറും 40 മിനിറ്റുള്ള എക്സ്റ്റെൻഡഡ് ആയ വേർഷനുള്ള OTT റിലീസ് വരാൻ പോകും. എന്തായാലും 3 മണിക്കൂർ 40 മിനിറ്റ് എന്തായിരിക്കും ഡയറക്ടേഴ്സ് കട്ടിലെ ദ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ മാറി മറിയാൻ പോകുന്നത്. പീച്ചൈ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് സിനിമേൻ്റെ OTT റിലീസ് ഈ വരുന്ന വെള്ളിയാഴ്ച വരുന്നുണ്ട്. സെപ്റ്റംബർ 20 ആമസോൺ പ്രൈം വീഡിയോ വഴിയും ആഹാ തമിഴ് വഴിയായിരിക്കും ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു തമിഴ് സിനിമ നിഖില വിമൽ അതുപോലെ തന്നെ നമ്മുടെ മാരി സെൽവരാജ് കോമ്പോയിൽ വന്ന സിനിമയാണ് വാഴ എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന സെപ്റ്റംബർ 27 നമ്മൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമ മലയാളം, തമിഴ് പല ഭാഷകളായിട്ട് OTT റിലീസ് വരും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഡിമൺസ് കോളനി എന്ന് പറഞ്ഞ സിനിമേൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഡിജിറ്റൽ റിലീസ് നമ്മുടെ Z5 ആണ് മേടിച്ചിരിക്കുന്നത്. Z5 ഈ വരുന്ന സെപ്റ്റംബർ 27 സിനിമേൻ്റെ തമിഴ്, കന്നഡ, തെലുങ്ക് പതിപ്പിലുള്ള OTT റിലീസ് നടക്കാൻ പോകും. എന്തെങ്കിലും കാത്തിരിക്കുന്നത് നമുക്ക് സെപ്റ്റംബർ 27 സിനിമേൻ്റെ OTT റിലീസിനായിട്ട്. അത്യാവശ്യം നല്ല കളക്ഷൻ വാരിയ തമിഴ് സിനിമയും കൂടിയാണത്. നമ്മുടെ നാച്ചുറൽ സ്റ്റാർ നാണി അതുപോലെ തന്നെ SJ സൂര്യ എന്നൊരു കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച സിനിമയാണ് സൂര്യയുടെ ശനിയാഴ്ച എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത് OTT റൈറ്റ്സ്. ഈ വരുന്ന സെപ്റ്റംബർ 26 സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് ഒരു തമിഴ് സിനിമേൻ്റെയാണ്. സാല എന്ന് പറഞ്ഞിട്ടാണ് സിനിമയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 20 സിനിമ ആഹാ തമിഴിലൂടെ ആയിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സാല എന്ന് പറഞ്ഞ സിനിമ തമിഴ് പതിപ്പിൽ മാത്രമായിരിക്കും ഈ ഒരു സിനിമ OTT റിലീസിന് പോകുന്നത്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഒരു അന്യഭാഷ സിനിമേൻ്റെയാണ്. ആഹാ OTT വഴിയായിരിക്കും ഈ ഒരു സിനിമയും OTT റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 19 സിനിമ OTT റിലീസ് ചെയ്യുന്നത്. ടിർഗ ബഡ്ര സാമി എന്നാണ് ഒരു സിനിമയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അന്യഭാഷ തെലുങ്കു സിനിമയ്ക്കായിട്ടും കാത്തിരിക്കാം OTT റിലീസ് സെപ്റ്റംബർ 19. അടുത്ത OTT അപ്ഡേറ്റ് കോഫി എന്ന് പറഞ്ഞ സിനിമേൻ്റെ OTT റിലീസ് അപ്ഡേറ്റ് ആണ്. ആ തമിഴ് വഴിയായിരിക്കും ഇത് OTT റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 20 ഈ ഒരു തമിഴ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യാസ് കോഫി എന്നാണ് സിനിമയുടെ എക്സ്റ്റെൻഡഡ് ആയ നെയിം പറയുന്നത്. കാത്തിരിക്കാം നമുക്ക് സെപ്റ്റംബർ 20 സിനിമയുടെ OTT റിലീസിനായിട്ട്. ഇതേ ദിവസം തന്നെ OTT റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു അന്യഭാഷ സിനിമയാണ്, തെലുങ്കു സിനിമയാണ് മാരുതി നഗർ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ സിനിമ. സെപ്റ്റംബർ 20 സിനിമ ആഹാ OTT വഴിയായിരിക്കും ഇതും OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു തെലുങ്കു സിനിമേൻ്റെ തമിഴ് വേർഷൻ ഉണ്ടാകുമെന്ന ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. തെലുങ്ക് പതിപ്പിലായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. നമ്മുടെ ഹൊറർ യൂണിവേഴ്സിലെ ലേറ്റസ്റ്റ് വന്ന സിനിമയാണ് ശ്രീൻ്റെ സെക്കൻഡ് പാർട്ട്. ഈ വരുന്ന സെപ്റ്റംബർ 27 ആമസോൺ പ്രൈം വീഡിയോ വഴിയായിട്ട് റെൻറ്റ് ഫോർമാറ്റിൽ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഡബ്ഡ് വേർഷൻസ് ഉണ്ടാവാതിരിക്കാനാണ് ചാൻസ് കാണുന്നത്. എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷം സിനിമ നോർമൽ OTT റിലീസ് ആകുമ്പോൾ സിനിമ ഡബ്ഡ് വേർഷൻസ് OTT റിലീസ് വരാൻ ചാൻസ് കാണുന്നുണ്ട്. സോണി ലിവിൻ്റെ പുതിയ വെബ് സീരീസാണ് മണവറ്റ് മെർഡേഴ്സ് എന്ന് പറഞ്ഞ വെബ് സീരീസ്. ഒക്ടോബർ മാസമാണ് സിനിമ OTT റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 4 സോണി ലിവ് വഴിയായിട്ട് ഇത് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ റെസ്ലൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. ഇത് ഒരേ സമയത്ത് ജിയോ സിനിമാസിലും അതുപോലെ തന്നെ കളേഴ്സ് സിൻപ്ലിക്സിലും ഒരേ സമയത്ത് സെപ്റ്റംബർ 21 OTT റിലീസ് ചെയ്യുകയാണ്. ടെലിവിഷൻ പ്രീമിയറിന് ശേഷമായിരിക്കും സിനിമ ജിയോ സിനിമാസിൽ അന്ന് രാത്രി OTT റിലീസ് ചെയ്യാൻ പോകും സെപ്റ്റംബർ 21. Z5 പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ് ലവ് സിത്താര എന്ന് പറഞ്ഞ സിനിമ. സെപ്റ്റംബർ 27 സിനിമ Z5 പല ഭാഷകളിലായിട്ട് OTT റിലീസിന് പോകുന്നത്. സിനിമയുടെ മലയാള പതിപ്പ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷ ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ. നമ്മുടെ മാർവലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഭയങ്കര കളക്ഷൻ വാരിയെടുത്ത ഒരു മാർവൽ ജീസസ് സിനിമയാണ് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിന്. ഇതിൻ്റെ OTT റിലീസ് ഒക്ടോബർ 1 വരാൻ പോകുന്നത്. ഓവർസീസിൽ VOD റിലീസ് ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ആയിരിക്കും സിനിമ ഇന്ത്യയിൽ ഡബ്ഡ് വേർഷൻസിൻ്റെ OTT റിലീസ് വരാൻ പോകുന്നത്. എന്തായാലും സിനിമയുടെ ഇംഗ്ലീഷ് പതിപ്പ് ഈ വരുന്ന ഒക്ടോബർ 1 OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. VOD റിലീസ് നമ്മുടെ ഡിസ്നിയിൽ തന്നെ അടുത്ത് വരാനിരിക്കുന്ന ഒരു ആനിമേഷൻ മൂവിയാണ് ഇൻസൈഡ് ഔട്ടിൻ്റെ സെക്കൻഡ് പാർട്ട്. സെപ്റ്റംബർ 25 ഡിസ്നിയിൽ ഇതിൻ്റെ ഡബ്ഡ് വേർഷൻസ് OTT റിലീസ് വരാൻ പോകുന്നത്.
അടുത്ത ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് നമ്മുടെ കിഷ്കിൻ്റെ കണ്ടം എന്ന് പറഞ്ഞ മലയാള സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കാൻ പോകുന്നത്. സിനിമ ഈ വരുന്ന ഒക്ടോബർ ലാസ്റ്റ് വീക്കോടെ ആയിരിക്കും ഒ ടി ടി റിലീസൊക്കെ അവർ അനൗൺസ്മെൻറ്റ് നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് നവംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും വരാൻ പോകുന്നത്, ആ ഒരാഴ്ചകളിൽ ഒരു തീയതിയിൽ. എന്തായാലും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രേക്ഷകരിലോട്ട് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഒ ടി ടിയിൽ വലിയൊരു തരംഗമുണ്ടാക്കും. എന്തായാലും അതിനു മുമ്പ് തന്നെ പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക, തിയേറ്ററിൽ പോയി കണ്ട പടങ്ങൾ. അടുത്ത ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് വാഴ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ കഥ പറയുന്ന സിനിമയാണ്. സിനിമ സെപ്റ്റംബർ 23 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും ഇനി വാഴ ട്രെൻഡിങ് ആവാൻ പോവുകയാണ്. എന്തായാലും സിനിമ ഡബ്ഡ് വേർഷൻസിൽ വരുന്ന സോങ്സ് ഒക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് കാത്തിരിക്കുന്നത് ചെയ്യാം. നമുക്ക് സിനിമയുടെ ഒ ടി ടി റിലീസായിട്ട് കാത്തിരിക്കാം. നമുക്ക് സെപ്റ്റംബർ 23. കൂടുതൽ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനലിൽ അടുത്ത കിടിലൻ ഒ ടി ടി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും നോട്ടിഫിക്കേഷനായിട്ട്. ഒരു ഒ ടി ടി അപ്ഡേറ്റും കൂടി ഉണ്ടായിരുന്നു, അത് മറന്നുപോയതാണ്, പിന്നെയാണ് ഞാൻ ആഡ് ചെയ്തത്. അനന്തപുരം ഡയറീസ് എന്ന് പറഞ്ഞൊരു കൊച്ചു മലയാള സിനിമേൻ്റെ ഒ ടി ടി റിലീസ് നടക്കുന്നുണ്ട് സെപ്റ്റംബർ 20 നമ്മുടെ മനോരമ മാക്സ് വഴിയായിരിക്കും ഇതിൻ്റെ ഒ ടി ടി റിലീസ്. മലയാള ഭാഷയിൽ മാത്രമായിരിക്കും ഈ ഒരു കൊച്ചു മലയാള സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക് ഈ സിനിമേൻ്റെ ഒ ടി ടി റിലീസിനായിട്ട്. കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റ്സായിട്ട് സബ്സ്ക്രൈബ് സ്റ്റോക്ക് സ്റ്റുഡിയോസ്.